വിവാഹ സദസ്സുകൾ കയ്യാങ്കളിയിൽ കലാശിക്കുന്ന ഒരു കാലഘട്ടം. സമൂഹത്തിൽ ഏതെല്ലാം നീചത്തരങ്ങളുണ്ടോ, തെമ്മാടിത്തരങ്ങളുണ്ടോ, വിരോധാഭാസങ്ങളുണ്ടോ, ഏതെല്ലാം അശ്ലീലതകളും പേക്കൂത്തുകളുമുണ്ടോ, അതെല്ലാം നടമാടപ്പെടുന്ന ഒരു സംഗമ സ്ഥലമായിട്ട് ഇന്ന് മുസ്ലിം വിവാഹ സദസ്സുകൾ മാറി എന്നുള്ളതാണ് പരമയാഥാർത്ഥ്യം. എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ നിക്കാഹിന്റെ സദസ്സുകൾ, കല്യാണ മണ്ഡപങ്ങൾ അവസാനം യുദ്ധക്കളമായിട്ട് മാറുന്നു. ചില ചെറുപ്പക്കാരുടെ തോന്നിയാസം അത് കൊണ്ടുപോയി എത്തിക്കുന്നത് രണ്ട് കുടുംബങ്ങളുടെ ഒരിക്കലും അടങ്ങാത്ത തേങ്ങിക്കരച്ചിലുകളിലേക്കാണ്, വലിയ ദുഃഖങ്ങളിലേക്കാണ് പല ചെറുപ്പക്കാരുടെയും വിവരമില്ലായ്മ കൊണ്ടുവന്ന് കാര്യങ്ങൾ എത്തിക്കുന്നത്. മഹല്ലുകൾ സുശക്തമായിട്ട് ഇതുപോലെയുള്ള വിരോധാഭാസങ്ങൾക്കെതിരെ നിൽക്കണം, നടപടിയെടുക്കണം എന്നുള്ളത് ഇന്നത്തെ കാലത്ത് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. മാതൃകയാകേണ്ടവർ പോലും, സമൂഹത്തിനും സമുദായത്തിനും മാതൃകയാകേണ്ടവർ പോലും ഇതുപോലെയുള്ള വിരോധാഭാസങ്ങൾക്കെതിരെ കമ എന്ന് പറയുന്നൊരക്ഷരം പോലും ഉരുവിടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞില്ലേ, ഏറ്റവും നല്ല നിക്കാഹ് ഏതാണ്, ഏറ്റവും നല്ല വിവാഹം ഏതാണ്? ഏറ്റവും ലളിതമായിട്ട് നടക്കുന്ന നിക്കാഹാണ്, വിവാഹമാണ് ഈ സമുദായത്തിലെ ഏറ്റവും അത്യുത്തമമായ കല്യാണം. മഹല്ലുകൾ പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ, മഹല്ലിന്റെ പരിധിയിൽ നടക്കുന്ന ഇതുപോലത്തെ വിവാഹ പേക്കൂത്തുകൾക്കെതിരെ മഹല്ലിന്റെ ഭാരവാഹികൾ ശബ്ദിച്ചില്ല എങ്കിൽ, പിന്നെ ഈ പരിപാലന സമിതിയെ കൊണ്ട്, മസ്ജിദിന്റെ ഭരണസമിതിയെ കൊണ്ട് ഈ ഉമ്മത്തിന് എന്ത് നേട്ടമാണുള്ളത്? അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയക്കണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും